Okay, now we have to discuss heat conduction in a rod. നമ്മൾ ഇനി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു ആപ്ലിക്കേഷൻ പറയാണ്, ദാറ്റ് ഈസ് ഹീറ്റ് ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഒരു ഹീറ്റ് കണ്ടക്ഷൻ ഇൻ എ റോഡിൻ്റെ നമ്മൾ സൊല്യൂഷനാണ് ചെയ്യുന്നത്. അതൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ ഡിറൈവ് ചെയ്യുന്ന സെക്ഷനാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് കുറച്ച് പ്രീ റിക്വിസിറ്റ്സ് വേണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് ഒരു സ്ട്രെയിറ്റ് ബാർ ആണ് ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ ആൻഡ് എ ഹോമോജീനിയസ് മെറ്റീരിയൽ. ഓക്കെ, അത് രണ്ട് അറ്റത്തായിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് എൻ പോയിന്റ്സ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, x=0 ആൻഡ് x=L. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ കുറച്ച് അസംഷൻസ് ആവശ്യമുണ്ട്, കൂടെ നോക്കാം നമുക്ക്. സപ്പോസ് ദാറ്റ് ദ സൈഡ്സ് ഓഫ് ദ ബാർ ആർ പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് സോ ദാറ്റ് നോ ഹീറ്റ് പാസ് ത്രൂ ദം. Assume that the cross-sectional dimensions are so small that the temperature you can be considered as constant on any given cross-section. ഈ രണ്ട് അസംഷൻ നമുക്ക് വേണം. അതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന u(xt), നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ u(xt) എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതായത് നമ്മൾ ഇതിലൂടെ ഹീറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ടെമ്പറേച്ചറിലെ വേരിയേഷൻ ഫംഗ്ഷനാണിത്. ഓക്കെ, ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വേരിയേഷനെ ഡിനോട്ട് ചെയ്യുന്നതാണ് u(xt) എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ നമുക്കിവിടെ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ആ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണിത്. ഓക്കെ, അപ്പോൾ ആ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. The variation of temperature in the bar is governed by a partial differential equation is called the heat conduction equation. അതായത് നമ്മളിവിടെ ഇവിടെ ഉണ്ടാകുന്ന വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അത് നമുക്കൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ തരുന്നുണ്ട്. അപ്പോൾ ആ കറസ്പോണ്ടിങ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്: α² uxx ut 0 > x > L t > 0. അപ്പോൾ ഈ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ടാണ് നമ്മളുടെ u(xt) എന്ന് പറയുന്ന ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ u(xt) എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അതിന് സെർട്ടൈൻ ആയിട്ട് കുറച്ച് ഒരു ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഒരു ഇനീഷ്യൽ കണ്ടീഷനും കൊടുക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളതാണ് നോക്കാം. ഇവിടുത്തെ ഒരു കണ്ടീഷനിൽ α² എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതിന് നമ്മൾ തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് പറയും. ഇത് ശരിക്കും ഫിസിക്സിലെ ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ടേംസൊക്കെ അറിയുമെന്നറിയില്ല, മാത്സ് പഠിക്കുന്ന കുട്ടികൾക്ക് എത്രമാത്രം അറിയുമെന്നറിയില്ല. α² k/ρs. അതുപോലെ k എന്ന് പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ, റോ എന്ന് പറയുന്ന ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ, എസ് എന്ന് പറയുന്ന സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദ മെറ്റീരിയൽ. നമുക്ക് പ്രോബ്ലം ഓറിയൻറ്റഡ് ആയത് കാരണം നമ്മൾ പ്രോബ്ലത്തിന് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തുള്ളൂ, തിയറി ഒന്നും പറയുന്നില്ല. അതുപോലെ നമുക്കിവിടെ ഈ ഒരു ഹീറ്റ് കണ്ടക്ഷൻ പ്രോബ്ലത്തിൽ നമുക്കിപ്പോൾ α² uxx ut എന്ന് പറയുന്ന ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു ഇനീഷ്യൽ കണ്ടീഷനാണ്. പിന്നെ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസും കൊടുക്കുന്നുണ്ട്. ആ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ഈ ഒരു ഹീറ്റ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇനീഷ്യൽ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതിന് ഡിനോട്ട് ചെയ്യുന്നതാണിത്. ഓക്കെ, u(0) f(x). ഇനീഷ്യൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനാണിത്. ഈ f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്, അത് നമുക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, u(0) f(x). ടൈം 0 ആകുമ്പോൾ ഉണ്ടാകുന്ന ഇനീഷ്യൽ ടെമ്പറേച്ചറിൻ്റെ കണ്ടീഷനാണ് =f(x) എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിനി ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു എൻ പോയിന്റ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, x=0 x=L. അപ്പോൾ ഈ എൻ പോയിന്റിൽ നമ്മൾ എടുക്കുന്ന ബൗണ്ടറി കണ്ടീഷൻസ് ആണ് u(0t) 0 ആൻഡ് u(L)t 0 എന്ന് പറയുന്നത്. ഈ ഒരു ബൗണ്ടറി കണ്ടീഷനും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ x=0ൽ നമ്മൾ t1ഉം x=Lൽ t2 നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ t1=0 t2=0 എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു n പോയിൻറ്റ്സിലുള്ള ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് u(0t) 0 ആണ്, u(L)t 0 ആണ്. അത് നമ്മളങ്ങനെ അസംഷൻ, അതാണ് നമ്മളുടെ ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മളിത് മാത്രം പഠിച്ചാൽ മതി. അതായത് ഹീറ്റ് കണ്ടക്ഷൻ പ്രോബ്ലം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. എന്താണ് ഹീറ്റ് കണ്ടക്ഷൻ പ്രോബ്ലം? അതായത് നമ്മളുടെ ഹീറ്റ് കണ്ടക്ഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്: The fundamental problem of heat conduction is to find u(xt) that satisfies the partial differential equation α² uxx = ut.
0 less than x less than L and t greater than 0. The initial condition u of x0 equal to f of x. u of x0 equal to f of x. u of x0 equal to f of x when t equal to 0. Okay, and the boundary conditions u of 0t equal to 0 and u of lt equal to 0. Okay, we have to find u of xt that satisfies the partial differential equation alpha square uxx equal to ut 0 less than x less than L t greater than 0. The initial condition ux0 equal to f of x and the boundary condition u of 0t equal to 0 and u of lt equal to 0. അതായത് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആയിട്ടാണ് നമ്മുടെ ഹീറ്റ് കണ്ടക്ഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇനിയിപ്പം നമ്മളിത് സോൾവ് ചെയ്യാൻ പോവുകയാണ്. സോൾവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം പഠിച്ച മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യാണ്. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്, ഹയർ സ്റ്റഡീസിന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ ആ പ്രോബ്ലത്തിൻ്റെ പ്രൂഫ് നോക്കാം. ഹീറ്റ് കണ്ടക്ഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഹീറ്റ് കണ്ടക്ഷൻ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ, അപ്പോൾ നമുക്കത് വേണ്ടിയിട്ട് ഒന്ന് അതിനെ റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. ആൽഫ സ്ക്വയർ യു എക്സ് എക്സ് ഈക്വൽ ടു യു ടി വിത്ത് ദ ബൗണ്ടറി വിത്ത് ദ ഇനീഷ്യൽ കണ്ടീഷൻ യു എക്സ് 0 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആൻഡ് ദ ബൗണ്ടറി കണ്ടീഷൻ യു ഓഫ് 0 ടി ഈക്വൽ ടു 0 യു ഓഫ് എൽ ടി ഈക്വൽ ടു 0. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ആൽഫ സ്ക്വയർ യു എക്സ് എക്സ് ഈക്വൽ ടു യു ടി എന്ന് പറയുന്ന ഈ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് മെത്തേഡ് ഓഫ് സെപ്പറേറ്റിംഗ് വേരിയബിൾസ് എന്ന് പറയുന്നത്. എന്നിട്ട് അതിലേക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും, പിന്നെ അതിലേക്ക് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും. പിന്നീട് നമ്മൾ അതാണ് ചെയ്യുന്നത്, ബൗണ്ടറി കണ്ടീഷൻസും ഇനീഷ്യൽ കണ്ടീഷൻസും കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് മെത്തേഡ് ഓഫ് സെപ്പറേറ്റിംഗ് വേരിയബിൾസ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ തന്നിരിക്കുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ രണ്ട് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം അസ്യൂം u of xt is a product of two other functions, one depending only on x and other depending only on t. Therefore, the solution of the heat conduction equation of 1 is of the form u of xt equal to x of x into t of t എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്കിത് ഇതിൻ്റെ സൊല്യൂഷൻ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് എഴുതാം. Assume the solution u of xt equal to x of x into t of t. ഓക്കെ, ഇതൊരു സൊല്യൂഷനാണ്. അതായത് രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ സൊല്യൂഷൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. Solution of 1 is, assume the solution of 1 is u of xt equal to x of x into t of t. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇത് സൊല്യൂഷൻ ആണെങ്കിൽ ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ? സൊല്യൂഷൻ ആണെങ്കിൽ ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ u of xt equal to x of x into t of t എന്നാണുള്ളത്. സോ നമുക്ക് തന്നിരിക്കുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, ആൽഫ സ്ക്വയർ യു എക്സ് എക്സ് ഈക്വൽ ടു യു ടി എന്നാണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യും. അപ്പോൾ നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണം? യു എക്സ് എക്സും യു ടിയും വേണം. നമുക്ക് ആദ്യം യു എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ എന്താ കിട്ടുക? എക്സ് ഡാഷ്, ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കുമല്ലോ, ഇത് ടിയിൽ മാത്രമുള്ള ഫംഗ്ഷൻ അല്ലേ, ഇതിൻ്റെ മാത്രം ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ അതിന് ഞാൻ എക്സ് ഡാഷ് കൊടുത്തു ടി. അതുപോലെ യു എക്സ് എക്സ് കിട്ടുമ്പോൾ കണ്ടുപിടിക്കുമ്പോൾ എന്താ കിട്ടുക? എക്സ് ഇതിന് വീണ്ടും ഒന്നും കൂടെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എക്സ് ഡബിൾ ഡാഷ് ടി. അതുപോലെ തന്നെ നമുക്ക് യു ടി കണ്ടുപിടിച്ചാൽ എന്താ കിട്ടുക? എക്സ് അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും, ടി ഡാഷിന് കിട്ടും. അപ്പം നമുക്ക് ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ആൽഫ സ്ക്വയർ യു എക്സ് എക്സ് ഈക്വൽ ടു യു ടി. അപ്പം എന്താണ് കിട്ടുക? ആൽഫ സ്ക്വയർ എക്സ് ഡബിൾ ഡാഷ് ടി ഈക്വൽ ടു എക്സ് ടി ഡാഷിന് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നമുക്ക് പരിചയമുള്ള സാധനമായി, നമുക്ക് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിലേക്ക് ആയില്ലേ?
അപ്പോൾ നമുക്കിതിൻ്റെ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാം. എക്സ് ഡബിൾ ഡാഷ് ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു ടി ഡബിൾ ഡാഷ് ഡിവൈഡഡ് ബൈ ആൽഫ സ്ക്വയർ ടി എന്നെഴുതി. ഓക്കെ, ഇനി ഇത് വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഫോമാണ്. ഈ ഇക്വേഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോൺസ്റ്റൻറ്റിലേക്ക് നമ്മളിതിനെ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ദിസ് ഈസ് ഈക്വൽ ടു സം ലാംഡ എന്ന് കൊടുത്തു. എന്നിട്ടില്ല സെപ്പറേറ്റ് എടുത്തിട്ട് ഓരോന്നും നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എടുക്കാം. കൺസിഡർ രണ്ട് ഇക്വേഷൻസ് കിട്ടും. എക്സ് ഡബിൾ ഡാഷ് ബൈ എക്സ് ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടും. അതുപോലെ തന്നെ ടി ഡാഷ് ഡിവൈഡഡ് ബൈ ആൽഫ സ്ക്വയർ ടി ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടും. രണ്ട് നമുക്ക് ഒരുമിച്ച് സോൾവ് ചെയ്തു പോകാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. എക്സ് ഡബിൾ ഡാഷ് മൈനസ് ലാംഡ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടിയല്ലോ. ഇവിടെ ടി ഡാഷ് മൈനസ് ലാംഡ ആൽഫ സ്ക്വയർ ടി ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് പരിചയമുള്ള സാധനമാണല്ലോ. എക്സ് ഡബിൾ ഡാഷ് മൈനസ് ലാംഡ എക്സ് ഈക്വൽ ടു 0 ആൻഡ് ടി ഡാഷ് മൈനസ് ലാംഡ ആൽഫ സ്ക്വയർ ടി ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, രണ്ട് ഇക്വേഷൻസ്, അതായത് രണ്ട് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് മാറി. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് ആരെ കിട്ടും, എക്സ് ഓഫ് എക്സിന് കിട്ടും അല്ലേ. ഇതിൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് ടി ഓഫ് ടീനും കിട്ടും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് അല്ലേ യു ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞത്, അത് എഴുതി കൊടുത്താൽ പോരെ. ഓക്കെ, ദ പ്രോഡക്റ്റ് ഓഫ് ടു സൊല്യൂഷൻസ്. അപ്പോൾ നമുക്ക് ഇതിനൊരു ഇക്വേഷൻ നമ്പർ കൊടുക്കാം. നമ്മൾ അവിടെ കൊടുത്ത് നിർത്തിയത് 4 ആയിരുന്നു. ഇപ്പോൾ ഇവിടെ 5, ഇത് 6, 5 solutions of 5 and 6 give a solution of the partial differential equation 1, that is u of xt. u of xt എന്താണെന്ന് നമുക്ക് തരും. ഓക്കെ, ഇനി നമ്മളുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഈ രണ്ട് ഇക്വേഷൻസ് ആക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കാം. സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2ൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് നമുക്കിതിനെ കണ്ടുപിടിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത്, നമുക്കൊരു ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ട്. ആ ബൗണ്ടറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കേസും കൂടെ നമുക്ക് പറയണം. അതായത് നമുക്കുള്ള ബൗണ്ടറി കണ്ടീഷൻസ് ഏതൊക്കെയാണ്, നമുക്കത് ജസ്റ്റ് ഒന്ന് എഴുതാം. നമുക്ക് ചെയ്യുന്നത് ഇത്രയാണ്. ഈ ഒരു നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ആ രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനെയും സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ അതൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, അത് നമ്മൾ കണ്ടുപിടിക്കും. അതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ബൗണ്ടറി കണ്ടീഷൻസിലെ ആ ബൗണ്ടറി കണ്ടീഷൻസ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ബൗണ്ടറി കണ്ടീഷൻസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ബൗണ്ടറി കണ്ടീഷൻസ് യു ഓഫ് 0t ഈക്വൽ ടു 0 ആണ്. അതുപോലെ തന്നെ യു ഓഫ് LT ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന്, നമ്മളുടെ കയ്യിലുള്ള ഫംഗ്ഷൻ എന്താണ്, യു ഓഫ് എക്സ് ടി ഈക്വൽ ടു എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഈ ഒരു ബൗണ്ടറി കണ്ടീഷൻ ഇതിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. യു ഓഫ് 0t ഈക്വൽ ടു 0 ഇംപ്ലൈസ് നമുക്ക് എന്താ കിട്ടാം, 0 ഈക്വൽ ടു എക്സ് ഓഫ് 0 ഇൻറ്റു ടി ഓഫ് ടി അല്ലേ. ഇതിൻ്റെ മീനിങ് എന്താണ്, രണ്ടാമത്തെയും കൂടെ അപ്ലൈ ചെയ്യാം, എന്നിട്ട് ഒരുമിച്ച് പറയാം. രണ്ടാമത്തെ എന്താണ്, യു ഓഫ് LT ഈക്വൽ ടു 0 അല്ലേ. യു ഓഫ് LT ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് 0 ഈക്വൽ ടു എക്സ് ഓഫ് L ഇൻറ്റു ടി ഓഫ് ടി. ഓക്കെ, ഇനി ഇവിടെ എക്സ് ഓഫ് 0 എക്സ് ഓഫ് L അതവിടെ നിൽക്കട്ടെ. ഈ ടി ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷനെ, ടി എന്ന് പറയുന്നത് ഐഡൻറ്റിക്കലി 0 ആയിരുന്നെങ്കിൽ നമുക്ക് നമ്മളുടെ സൊല്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് യു എന്ന് പറയുന്നത് 0 ആയി പോയില്ലേ. അതിന് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ എപ്പോഴും എടുക്കുന്നത് ലെറ്റ് ടി ഈസ് നോട്ട് ഐഡൻറ്റിക്കലി 0. അപ്പോൾ ഇങ്ങനൊരു സാധനം വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ ഏത് 0 ആവാനുള്ള പോസിബിലിറ്റിയേ ഉള്ളൂ. അപ്പോൾ ദ എബവ് ഇക്വേഷൻ, ദ എബവ് കണ്ടീഷൻ ബിക്കംസ് എന്താവും, ടി ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0 എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ പോസിബിലിറ്റി എക്സ് ഓഫ് 0 ഈക്വൽ ടു 0, എക്സ് ഓഫ് L ഈക്വൽ ടു 0 ആവാനല്ലേ. എക്സ് ഓഫ് 0 ഈക്വൽ ടു 0, അതുപോലെ തന്നെ എക്സ് ഓഫ് L ഈക്വൽ ടു 0. ഇത് എന്തിനു വേണ്ടി ഡിറൈവ് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ആ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഇനീഷ്യൽ വാല്യൂ കണ്ടീഷൻസ് ആണിത്.
ഓക്കെ, ഇനി നമ്മൾ ഈ കണ്ടീഷൻസ് അതിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് now consider the equation. ഇതാണ് എക്സ് വരുന്ന ഇക്വേഷൻ എടുക്കാം. നമുക്ക് രണ്ടെണ്ണമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ അതിൽ ഒന്നാമത്തത് എക്സ് ഡബിൾ ഡാഷ് മൈനസ് ലാംഡ എക്സ് ഈക്വൽ ടു 0 വിത്ത് ദ ഇനീഷ്യൽ കണ്ടീഷൻസ് എക്സ് ഓഫ് 0 ഈക്വൽ ടു 0, എക്സ് ഓഫ് 0 ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0. നമുക്കിത് സോൾവ് ചെയ്യാം. നമുക്കിത് സോൾവ് ചെയ്യാൻ അറിയാം. അപ്പോൾ നമുക്ക് നല്ലോണം നോക്കാം. ഇവിടെ ലാംഡയാണ് വന്നിരിക്കുന്നത്. സോ ഇത് എന്താണ് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക് കർവ് എന്നാണ് പറയുക. അല്ലെങ്കിൽ നമുക്കിതിനെ ലാംഡ എന്ന് പറയുന്നത് 3 കേസായിട്ട് എടുത്തിട്ട് നമ്മൾ സോൾവ് ചെയ്യേണ്ട കേസാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എടുക്കാം കേസ് 1, ലാംഡ ഗ്രേറ്റർ ദാൻ 0. ലാംഡ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടാം? ലാംഡ ഈക്വൽ ടു മ്യൂ സ്ക്വയർ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0. നമുക്ക് ഇവിടെ വരുന്നത് എക്സ് ഡബിൾ ഡാഷ് മൈനസ് മ്യൂ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു മ്യൂ, ഇവിടെ നമുക്ക് ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എം സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ ഈക്വൽ ടു 0. ഇവിടെ എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് മ്യൂ എന്ന് കിട്ടും. അപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു C1 കോസ് എച്ച് മ്യൂ എക്സ് പ്ലസ് C2 സൈൻ എച്ച് മ്യൂ എക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. എക്സ് ഓഫ് 0 ഈക്വൽ ടു 0. അവിടെ നമുക്ക് 0 ഈക്വൽ ടു C1 കിട്ടും. അതുപോലെ തന്നെ എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0 കൊടുക്കാം. അപ്പോൾ നമുക്ക് C1 0 ആയിപ്പോയി. അപ്പോൾ ബാക്കിയുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. 0 ഈക്വൽ ടു C2 സൈൻ എച്ച് മ്യൂ എൽ. സൈൻ എച്ച് മ്യൂ എൽ 0 ആവില്ല. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് കണ്ടീഷനുള്ളൂ? C2 ഈക്വൽ ടു 0 ആവാൻ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ട്രിവിയൽ സൊല്യൂഷനാണ്. അപ്പോൾ അതിൽ കാര്യമായിട്ട് വിത്ത് നോ ഇൻട്രസ്റ്റ്. എന്താണ് നമുക്ക് ഇല്ല, നമുക്ക് അവിടെ ഏഗൺ വാല്യൂ ക്രിയേറ്റ് ചെയ്തില്ല, ഏഗൺ വാല്യൂ ഇല്ല, അപ്പോൾ ഏഗൺ ഫംഗ്ഷനും ഇല്ല, അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ നമ്മൾ എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ യു ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് എന്തായി പോയി? കംപ്ലീറ്റ്ലി പക്ക 0 ആയി പോയി. അപ്പോൾ ട്രിവിയൽ സൊല്യൂഷൻ മാത്രമായി പോകും. അതിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ, നമുക്ക് നോൺ ട്രിവിയൽ സൊല്യൂഷനിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. സോ നമുക്ക് അടുത്തത് ലാംഡ ഈക്വൽ ടു 0 നോക്കാം. കേസ് 2, ലാംഡ ഈക്വൽ ടു 0. ലാംഡ ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ എന്താ വരിക? എക്സ് ഡബിൾ ഡാഷ് ഈക്വൽ ടു 0. അപ്പം ഓക്സിലറി ഇക്വേഷൻ എം സ്ക്വയർ ഈക്വൽ ടു 0, എം ഈക്വൽ ടു 0 0. ഇങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് വരും? C1 പ്ലസ് C2 എക്സ് അല്ലേ. എക്സ് ഓഫ് 0 ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് C1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് C2 എൽ ഈക്വൽ ടു 0 കിട്ടും. എൽ നോട്ട് ഈക്വൽ ടു 0 ആയതാണ് C2 ഈക്വൽ ടു 0 ആണ്. ഇവിടെ നമുക്ക് എന്ത് തന്നെ കിട്ടുന്നത്? എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സൊല്യൂഷനാണ് കിട്ടുന്നത്. അതായത് ട്രിവിയലാണ്. It has no interest. So നമുക്ക് ലാംഡ ഗ്രേറ്റർ ദാൻ 0, ഗ്രേറ്റർ ദാൻ 0 എടുത്തല്ലോ. ഇനി ലെസ് ദാൻ 0 നോക്കാം. ലാംഡ ലെസ് ദാൻ 0 നോക്കാം. ലാംഡ ലെസ് ദാൻ 0 നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാമല്ലോ. അപ്പോൾ നമ്മളിവിടെ എന്താ ചൂസ് ചെയ്യേണ്ടത്? കേസ് 3 ആണ് കേട്ടോ. എഴുതാനൊക്കെ കിട്ടുമോ? ലാംഡ ലെസ് ദാൻ 0 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാംഡ എന്തായിട്ട് ചൂസ് ചെയ്യണം? ലാംഡ ഈക്വൽ ടു മൈനസ് മ്യൂ സ്ക്വയർ. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്തായിട്ട് മാറി? എക്സ് ഡബിൾ ഡാഷ് പ്ലസ് മ്യൂ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. ഇവിടുത്തെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എം സ്ക്വയർ പ്ലസ് മ്യൂ സ്ക്വയർ ഈക്വൽ ടു 0. റൂട്ട് ഇടുന്നത് എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ. നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു എ കോസ് മ്യൂ എക്സ് പ്ലസ് ബി സൈൻ മ്യൂ എക്സ്. ഓക്കെ, ഇനി നമുക്കിതിൽ അപ്ലൈ ചെയ്യാം. എക്സ് ഓഫ് 0 ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ 0 ഈക്വൽ ടു എ കിട്ടും. എ 0 ആക്കി. എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എ 0 ആയില്ലേ? ഇനി അത് കൊടുക്കണ്ടല്ലോ. 0 ഈക്വൽ ടു ബി സൈൻ മ്യൂ എൽ. അപ്പോൾ ഇതുവരെ നമുക്ക് ട്രിവിയൽ സൊല്യൂഷൻ തന്നെയല്ലേ കിട്ടിയത്, നോൺ ട്രിവിയൽ സൊല്യൂഷൻ കിട്ടിയില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യണം? ടു ഗെറ്റ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ചൂസ് ബി നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് സൈൻ മ്യൂ എല്ലിനെ 0 ആക്കണം. സൈൻ മ്യൂ എൽ 0 ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഏത് കേസാണ് നോക്കാം. മ്യൂ എൽ ഈക്വൽ ടു എന്താവണം? എൻ പൈസ് ആവണം അല്ലേ. ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ ആണെങ്കിൽ മാത്രമല്ലേ ആവുള്ളൂ. എൻ ഈക്വൽ ടു 1 2 3 എക്സെട്ര. അപ്പോൾ ഇവിടെ നമുക്ക് മ്യൂ എന്താന്ന് കിട്ടും? ഇവിടുന്ന് എൻ പൈ ബൈ എൽ എന്ന് കിട്ടും.
അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഡകൾ എന്താണ്? ലാംഡ ഈക്വൽ ടു എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഞാനിവിടെ eigen വാല്യൂസിനെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് ലാംഡ എൻ എന്ന് തന്നെയാണ്. eigen വാല്യൂസ് ആർ, കാരണം എന്താ വെച്ചാൽ എന്നിന് ഓരോ വാല്യൂ കൊടുക്കുമ്പോഴും ഓരോ eigen വാല്യൂസ് കിട്ടും. സോ ലാംഡ എൻ ഈക്വൽ ടു എന്ത് കൊടുക്കാം? എൻ സ്ക്വയർ പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള eigen ഫംഗ്ഷൻ എന്താണ് വരിക? നമ്മളുടെ എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്ന സൊല്യൂഷനിൽ നമുക്ക് എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്ന സൊല്യൂഷനിൽ എ 0 ആയി പോയി, ബി സൈൻ മ്യൂ എക്സ് എന്നായിരുന്നു. ബി സൈൻ മ്യൂ എന്ന് പറയുന്ന നമ്പറിന് പകരം എന്ത് കൊടുക്കണം? എൻ പൈ ബൈ എൽ എക്സ്. ഞാൻ ബി ഈക്വൽ ടു 1 എന്ന് ചൂസ് ചെയ്തു. കാരണം അത് ആർബിട്രറി ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് 1 എടുത്തതാണ്. അപ്പോൾ നമുക്കിവിടെ സൈൻ എൻ പൈ ബൈ എൽ എക്സ്. ഓക്കെ, ഇവിടെ ഞാനിതിനെ എക്സ് എൻ ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്തു. അതായത് ലാംഡ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള eigen ഫംഗ്ഷൻസ് ആണിത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് നമുക്കൊരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ കിട്ടിയത് ഇപ്പോൾ മാത്രമാണ്. ലാംഡ ഈക്വൽ ടു ലാംഡ എൻ ഈക്വൽ ടു അതുപോലെ ഇവിടെ ഒരു കാര്യം കൂടി എഴുതാൻ വിട്ടുപോയല്ലോ. മ്യൂ എന്ന് പറയുന്നത് ലാംഡ എന്ന് പറയുന്നത് മൈനസ് മ്യൂ സ്ക്വയർ ആയിരുന്നില്ലേ എടുത്തത്? ലാംഡ ഈക്വൽ ടു മൈനസ് മ്യൂ സ്ക്വയർ ആയിരുന്നു എടുത്തത്. സോ ഇവിടെ ലാംഡ വരുമ്പോൾ മൈനസ് വരും. സോറി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ലാംഡ ഈക്വൽ ടു മൈനസ് എൻ സ്ക്വയർ മ്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ. ഓക്കെ, ലാംഡ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. അപ്പോൾ ഇവിടേക്ക് തിരുത്തണം, ഇവിടെ മാത്രം മതി. ഓക്കെ, അപ്പോൾ ലാംഡ എന്നിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ്? ലാംഡ എൻ ഈക്വൽ ടു മൈനസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ, വേർ എൻ ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. കറസ്പോണ്ടിങ് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ആർ അല്ലെങ്കിൽ eigen ഫംഗ്ഷൻസ് ആർ എന്താ വരിക? എക്സ് ഈക്വൽ ടു എക്സ് എൻ അല്ലേ. എക്സ് ഈക്വൽ ടു എക്സ് എൻ വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ എൻ പൈ എക്സ് ബൈ എൽ, വേർ എൻ ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. അപ്പോൾ നമ്മളിപ്പോൾ എന്താ സോൾവ് ചെയ്തത്? എക്സ് ഡബിൾ ഡാഷ് മൈനസ് ലാംഡ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നൊരു ഇക്വേഷൻ. അതിൻ്റെ കൂടെ തന്നെ വേറൊരു ഇക്വേഷനും കൂടി ഉണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമുക്ക് 2 ഇക്വേഷൻസ് ആയിരുന്നു. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ 2 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണ്. ടി ഡാഷ് പ്ലസ് ആൽഫ സ്ക്വയർ ലാംഡ ടി ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ലാംഡ എന്താണെന്ന് കിട്ടിയിട്ട് അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. അതാണ് നമുക്ക് സേഫ് ആയിട്ടുള്ള മെത്തേഡ്. ടി ഡാഷ് പ്ലസ് ആൽഫ സ്ക്വയർ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? എൻ സ്ക്വയർ. സോറി, നമുക്ക് മൈനസ് ആയിരുന്നോ പ്ലസ് ആയിരുന്നോ കിട്ടിയെന്ന് ചെക്ക് ചെയ്തിട്ടെ. മൈനസ് ആയിരുന്നു. ടി ഡാഷ് മൈനസ് ആണ്. ഇവിടെ നമുക്ക് മൈനസ് ആണ് കിട്ടിയത്. അപ്പോൾ നമുക്കിവിടെ മൈനസ് ആൽഫ സ്ക്വയർ. ഇനി ലാംഡയുടെ വാല്യൂ എന്താ? മൈനസ് ലാംഡ എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ എന്നാണ്. അപ്പോൾ ഇത് പ്ലസ് ആയി. എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ ടി ഈക്വൽ ടു 0. നമുക്കിത് സോൾവ് ചെയ്യാനാവുമല്ലോ. ഇനി ഇതിനെ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് അഗെയിൻ നമുക്ക് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ ഡി ടി ബൈ ഡി ടി ഈക്വൽ ടു നമുക്കിതിനെ ഇവിടെ നമുക്ക് ആൽഫ സ്ക്വയർ ലാംഡ ടി implies dt divided by t equal to alpha square lambda dt, which implies log t equal to alpha square lambda t plus log c. ഇതിനെ നമുക്ക് t equal to c into e raised to alpha square lambda t എന്ന് എഴുതാലോ. ലാംഡയ്ക്ക് പകരം എല്ലായിടത്തും ലാംഡ n കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് t ഈക്വൽ ടു c ഇൻറ്റു ഇ റേസ് ടു ആൽഫ സ്ക്വയർ ലാംഡ n t. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിനെ ഒന്നും കൂടെ മാറ്റി എഴുതിയാൽ നമുക്ക് ലാംഡയുടെ വാല്യൂ കൂടെ ഇവിടെ കൊടുത്താൽ c ഇൻറ്റു ഇ റേസ് ടു ആൽഫ സ്ക്വയർ
ലാംഡ എന്നിന് പകരം n സ്ക്വയർ പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ടി, അതിൻ്റെ മൈനസ്. ഓക്കെ, ഇവിടെ ഇപ്പം നമുക്ക് 2 സൊല്യൂഷനായി. അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി? അപ്പോൾ നമുക്ക് ശരിക്കും യു ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? യു ഓഫ് എക്സ് ടി ഈക്വൽ ടു എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി. അപ്പോൾ ഇവിടെ നമുക്ക് യു ഓഫ് എക്സ് ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമുക്കിവിടെ എക്സ് ഓഫ് എക്സും ടി ഓഫ് ടിയും കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ. പക്ഷെ എല്ലാം എന്നിൻ്റെ ടേംസിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു കിട്ടുന്ന സൊല്യൂഷനെ നമുക്ക് യു എൻ ഓഫ് എക്സ് ടി എന്ന് എഴുതാം. കാരണം യു ഓഫ് എക്സ് ടി ആയിട്ടില്ല. യു എൻ ഓഫ് എക്സ് ടി അതായത് എന്നിൻ്റെ ടേംസിലാണുള്ളത്. അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ മാത്രമേ നമുക്ക് യു ഓഫ് എക്സ് ടി n ഈക്വൽ ടു 1-നൊരു സൊല്യൂഷൻ, n ഈക്വൽ ടു 2-നൊരു സൊല്യൂഷൻ, n ഈക്വൽ ടു 3-ക്കൊരു സൊല്യൂഷൻ, അങ്ങനെയല്ലേ കിട്ടുന്നത്. അപ്പം ഞാൻ ആ സൊല്യൂഷൻസിനെ യു എൻ ഓഫ് എക്സ് ടി എന്ന് എഴുതി. എന്നിട്ട് ഞാനതിനെ എക്സ് എൻ ഓഫ് എക്സ് ഇൻറ്റു ടി എൻ ഓഫ് ടി എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് എക്സ് എൻ ഓഫ് എക്സ് എന്താ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? സൈൻ എൻ പൈ എക്സ് ബൈ എൽ. ഇനി അതുപോലെ തന്നെ നമുക്കിവിടെ ഞാൻ സി ഈക്വൽ ടു 1 ആയിട്ട് ചൂസ് ചെയ്യുന്നുണ്ട്. കാരണം ആർബിട്രറി കോൺസ്റ്റൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം. ഇ റേസ് ടു ആൽഫ സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ ടി. ടി സ്മോളാണ്, വേരിയബിൾ അല്ലേ. ടി ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സൊല്യൂഷൻ. അപ്പം ഇറ്റ്സ് എ സൊല്യൂഷൻ. ഈ ഒരു യു എൻ ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ നമ്മളുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സാറ്റിസ്ഫൈ 1 ആൻഡ് ബൗണ്ടറി കണ്ടീഷൻ 3. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇനീഷ്യൽ കണ്ടീഷൻ കൂടി ഉണ്ട്. അതുകൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കംപ്ലീറ്റ് ആയി എന്ന് പറയാം. നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കാം. സ്റ്റെപ്പ് 3. മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് നമ്മളിവിടെ ഒരു ഫൊറിയർ സീരീസിനെ ഉണ്ടാക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ യു എൻ ഓഫ് എക്സ് ടി അല്ലേ കിട്ടിയത്. അപ്പോൾ നമുക്ക് ശരിക്കും ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എല്ലാം ഇതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു കോമൺ സൊല്യൂഷനെ നമ്മൾ പറയുന്നതാണ് യു ഓഫ് എക്സ് ടീന്. ജനറൽ സൊല്യൂഷനായിട്ട് അതാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫൊറിയർ സീരീസിനെ കമ്പോസ് ചെയ്യാം. ഫൊറിയർ സീരീസിൻ്റെ കമ്പോസ് ചെയ്യുന്നതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് യു എൻ ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് ഇനീഷ്യൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം എന്താണ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ലീനിയർ കോമ്പിനേഷൻ ഉണ്ടാവില്ല. യു എൻ ഓഫ് എക്സ് ടിയുടെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ലീനിയർ കോമ്പിനേഷൻസ് നമുക്കുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് യു ഓഫ് എക്സ് ടി എന്ന് പറയുന്നതിനെ എങ്ങനെ ചൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻസ് എടുക്കാം. എന്നിട്ട് അതിനെ യു ഓഫ് എക്സ് ടി എന്ന് ഡിനോട്ട് ചെയ്യാം. നമുക്കറിയാം യു എൻ ഓഫ് എക്സ് ടി എന്ന് പറയുന്ന സൊല്യൂഷൻ ഉണ്ട്. അതിൽ n ഈക്വൽ ടു 1, 2, 3 ഇങ്ങനെ ഇത് കൗണ്ടബിൾ ആണ്, നമുക്ക് ഇങ്ങനെ പോകും. അപ്പോൾ നമുക്കിതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്തിട്ട് നമുക്ക് അതിനെ യു ഓഫ് എക്സ് ടി എന്ന് വിളിക്കാം. യു ഓഫ് എക്സ് ടി ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി. ലീനിയർ കോമ്പിനേഷനാണ് എടുക്കുന്നത്. സോ സി എൻ ഓഫ് യു എൻ ഓഫ് എക്സ് ടി. അതായത് നമ്മളിതിൻ്റെ യു എൻ ഓഫ് എക്സ് ടി എന്താണെന്ന് എഴുതി കൊടുക്കാം. സിഗ്മ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി സി എൻ ഇൻറ്റു എന്തായിരുന്നു യു എൻ ഓഫ് എക്സ് ടി എടുത്തത്? സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എൻ സ്ക്വയർ ആൽഫ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ ഇൻറ്റു ടി. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? യു ഓഫ് എക്സ് ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ സി എൻ എന്താണെന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് അറിയില്ല. ഈ സി എന്നും കൂടെ നമുക്കിതിന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയി എന്ന് പറയാം. അതിനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ യു എൻ ഓഫ് എക്സ് ടി എന്ന് പറയുന്നതിലെ ഓരോ ടേമും തന്നിരിക്കുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് നമുക്ക് ഫൊറിയർ സീരീസിനെ ഫോം ചെയ്യാണ് വേണ്ടത്. സോ അസ്യൂം ദാറ്റ് ദ ഇൻഫൈനൈറ്റ് സീരീസ് യു എൻ ഓഫ് ഇൻഫൈനൈറ്റ് സീരീസ് ഓഫ് 7 converges.
നമുക്ക് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത് കൺവേർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. അതുപോലെ സാറ്റിസ്ഫൈസ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ ഇതിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ എന്താണ്? യു ഓഫ് എക്സ് 0 ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പം നമ്മളുടെ കയ്യിൽ യു ഓഫ് എക്സ് 0 ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടിക്ക് നമ്മൾ 0 കൊടുക്കാം. ടിക്ക് 0 കൊടുക്കുമ്പോൾ അത് ഈ ടേം കംപ്ലീറ്റ് ആയിട്ട് 1 ആയി പോകും. അപ്പോൾ ബാക്കി വരുന്നത് നമുക്ക് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി cn സൈൻ n പൈ എക്സ് ബൈ എൽ. ബാക്കിയുള്ളത് 1 ആയിപ്പോയി. ഓക്കെ, ഇതാണ് നമുക്ക് യു ഓഫ് എക്സ് 0 കിട്ടുന്നത്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ എന്താ, എഫ് ഓഫ് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സൈൻ സീരീസ് അല്ലേ കിട്ടിയിരിക്കുന്നത്. അതായത് ദിസ് ഈസ് എ സൈൻ സീരീസ് വിച്ച് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ ഫോറിയർ സൈൻ സീരീസ് ആണ്. എഫ് ഓഫ് എക്സിൻ്റെ ഫോറിയർ സൈൻ സീരീസ് ആണ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഫോറിയർ സൈൻ സീരീസ് ആണെങ്കിൽ സി എൻ എന്ന് പറയുന്നത് ഫോറിയർ കോഎഫിഷ്യൻ്റ് ആയിരിക്കില്ലേ? അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതിന് ഞാൻ 8 is a Fourier series, Fourier sine series. കൺവേർട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ ആദ്യം അസ്യൂം ചെയ്തിട്ടുണ്ട്. Fourier sine series which converges to f of x. കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സി എൻ therefore cn ഈക്വൽ ടു എന്തെഴുതാം? നമുക്ക് 2/l ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ n പൈ എക്സ് ബൈ എൽ ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഹീറ്റ് കണ്ടക്ഷൻ പ്രോബ്ലം നമുക്ക് യു ഓഫ് എക്സ് ടി ആയിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. യു ഓഫ് എക്സ് ടി ഈക്വൽ ടു നമ്മൾ എടുത്തിരിക്കുന്നത് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സി എൻ എന്തായിരുന്നു? സി എൻ സൈൻ n ബൈ എക്സ്, സി എൻ സൈൻ n പൈ എക്സ് ബൈ എൽ ഇ റേസ് ടു മൈനസ് ആൽഫ സ്ക്വയർ എൻ സ്ക്വയർ പൈ സ്ക്വയർ ടി ബൈ എൽ സ്ക്വയർ. ഓക്കെ, ഇവിടെ നമുക്ക് എന്തും കൂടെ പറയാം. ഇപ്പം ഇങ്ങനെ കണ്ടീഷൻസ് കിട്ടിക്കഴിഞ്ഞ് നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് കൂടെ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് വേർ സി എൻ എന്താണെന്നും കൂടെ കിട്ടി. ദറ്റ് ഈസ് ഈക്വൽ ടു 2/l ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ n പൈ എക്സ് ബൈ എൽ ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഹീറ്റ് കണ്ടക്ഷൻ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ കുറച്ച് ലെങ്തിയാണ്, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഓക്കെ, താങ്ക് യു. പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.